ഇനിയും അർജന്റീനയുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കണോ, അല്ലെങ്കിൽ അവരുടെ വിജയങ്ങളുടെ വില കുറച്ച് കാണണോ? ഇത്തരം ചോദ്യങ്ങൾ അത് എനിക്കും കൂടെ നേരെയുള്ള ചോദ്യങ്ങളാണ്. കാരണം അർജന്റീനയുടെ ആരാധകൻ അല്ലാത്ത എന്നെപ്പോലുള്ള ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ഓരോ പ്രാവശ്യവും അർജന്റീന ഓരോരോ മത്സരങ്ങൾ തിരിച്ചുവരവൊക്കെ നടത്തി വിജയിക്കുമ്പോൾ അതിൽ എന്ത് കുറ്റം കണ്ടുപിടിക്കാം എന്ന് കാത്തിരിക്കുകയാണ് എന്നെപ്പോലുള്ള ഇത്തരം ആൾക്കാർ. അപ്പം ഈ മത്സരം, ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ ഒരു സെമി ഫൈനൽ മത്സരത്തിൽ അർജന്റീന വിജയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വായടപ്പിക്കാൻ അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും സാധിച്ചിട്ടുണ്ട്. എനിക്കിതിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം അർജന്റീന, അതായത് ലയണൽ മെസ്സിയുടെ ഈ ഒരു അർജന്റീനയ്ക്ക് ഇവർക്ക് തോൽക്കാൻ താല്പര്യമില്ലെന്നേ. ഓരോ പ്രാവശ്യവും അർജന്റീന തോറ്റു തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്ന് ഇവർ നടത്തുന്ന തിരിച്ചുവരവുകൾ, അത് കാബോ വെർദയ്ക്കെതിരെ, ഈജിപ്തിനെതിരെ, ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ, അത് മാത്രമല്ല നമ്മൾ ലയണൽ മെസ്സി പോലുള്ള ഒരു മനുഷ്യൻ ആ ടീമിൽ നിൽക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് വളരെ സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്. കാരണം ലയണൽ മെസ്സി ആ ഒരു മനുഷ്യൻ അർജന്റീന പുറകോട്ട് പോകുന്നു, മത്സരത്തിൽ പുറകോട്ട് പോകുന്നു എന്ന് കാണുമ്പം ആ മനുഷ്യൻ മുന്നോട്ട് വന്ന് ഇത്തരം മത്സരങ്ങളിൽ ആ ഒരു ഡിഫറൻസ് മേക്കറാകാൻ ആ മനുഷ്യന് പറ്റുന്നു. ഇന്നത്തെ മത്സരത്തിലും അർജന്റീന അടിച്ച 2 ഗോളും അസിസ്റ്റ് നടത്തിയത് ലയണൽ മെസ്സിയാണ്. മത്സരത്തിൽ ലയണൽ മെസ്സിക്ക് ആകപ്പാടെ 4 ചാൻസാണ് ലയണൽ മെസ്സി മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തത്. അതുമാത്രമല്ല 9 ഡ്രിബിൾസ് കംപ്ലീറ്റഡ്, അതേപോലെ തന്നെ 7 ടച്ചസ് ഇംഗ്ലണ്ടിൻ്റെ ബോക്സിനുള്ളിൽ. ഈ ഒരു ലയണൽ മെസ്സിയുടെ അറ്റാക്കിംഗ് സ്റ്റാറ്റ്സ് മാത്രമല്ല, നമ്മൾ ഡിഫെൻസീവിലി നോക്കിയോ, ഡിഫെൻസീവിലി ഇന്ന് 1 ടാക്കിൾ, അത് മാത്രമല്ല 2 റിക്കവറീസ്, പിന്നെ 19 ഗ്രൗണ്ട് ഡ്യുവൽസ് ആണ് ഇന്ന് ലയണൽ മെസ്സി മത്സരത്തിൽ അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 12 വിജയിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഈ ഒരു ഇത്രയും ഫിസിക്കലായിട്ടുള്ള ഇംഗ്ലണ്ട് ടീമിൽ 6 അടി 7 അടി ഉള്ള പ്ലെയേഴ്സിന് മുന്നിൽ ആ ഒരു ഫിസിക്കാലിറ്റി കാണിക്കാനും ഡിഫെൻസീവ്ലി ഉള്ള ആ ഒരു വർക്ക് നടത്താനും ലയണൽ മെസ്സിക്ക് കഴിഞ്ഞു. മെസ്സിയുടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ശരിക്കും റൊണാൾഡോ ഫാനായ എനിക്ക് വരെ മെസ്സിയോടുള്ള ബഹുമാനം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുന്നു. എഴുന്നേറ്റ് നിന്ന് മെസ്സിക്ക് വേണ്ടി കൈയടിക്കാൻ വരെ തോന്നി പോകുന്നുണ്ട്. അത് മാത്രമല്ല, അർജന്റീന നടത്തുന്ന ഓരോരോ തിരിച്ചു വരവിൽ അർജന്റീനയുടെ ഫാൻസിന് കൊടുക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ ഞാൻ അർജന്റീന ഫാൻസിനോട് ഭയങ്കര അസൂയ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു ന്യൂട്രൽ ഫാൻ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു ഫാൻ എന്നുള്ള രീതിയിൽ അർജന്റീനയുടെ ആ ഒരു മത്സരം കാണുമ്പോൾ ഇത്തരം തിരിച്ചുവരവുകളെ നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല. പക്ഷേ സ്വന്തം ടീം നടത്തുന്ന ഇത്തരം തിരിച്ചുവരവുകൾ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അർജന്റീന ഫാൻസിനോടൊക്കെ എനിക്ക് ഭയങ്കരമായ അസൂയുണ്ട്. അപ്പം മെസ്സിയുടെ കാര്യം പറയുമ്പം തന്നെ അർജന്റീനയുടെ ഈ ഒരു വിജയങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് അവരുടെ കോച്ച് ലയണൽ സ്കലോണിയുടെ പേരാണ്. എന്നെ സംബന്ധിച്ച് അർജന്റീനയുടെ നാഷണൽ ടീമിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കോച്ച് ലയണൽ സ്കലോണി ആണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇന്നും ആ ഒരു ലയണൽ സ്കലോണി നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഡിപ്പോൾ ആയാലും ലൊത്താരോ മാർട്ടിനസ്, അതുപോലെ തന്നെ മോണ്ടിയൽ, അപ്പോൾ അങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരോരോരുത്തരും മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ഇവരുടെ പ്രകടനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ആ ഒരു കോച്ചിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ എങ്ങനൊരു മത്സരത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ലയണൽ സ്കലോണി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു. നമുക്ക് മാത്രമല്ല, ഓപ്പോസിറ്റ് ഇംഗ്ലണ്ട് മാനേജറായിട്ടുള്ള തോമസ് തുക്കലിനും ആ മനുഷ്യൻ കാണിച്ചു തന്നു എങ്ങനെയാണ് ഒരു മത്സരം മാനേജ് ചെയ്യേണ്ടത് എന്ന്. തോമസ് തുക്കലിൻ്റെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 55-ാമത്തെ മിനിറ്റ് വരെ അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോവുക, 1-0 മുന്നിൽ നിൽക്കുകയാണ് അവർ. അത് കഴിഞ്ഞ് ആൻ്റണി ഗോർഡനെ മാറ്റി കോൺസെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മുതലുള്ള ഇംഗ്ലണ്ടിൻ്റെ അപ്രോച്ച് ആകപ്പാടെ മാറി. കുറ്റിയടിച്ച് ഡിഫെൻഡ് ചെയ്യുക, 6-7 പേര് കുറ്റിയടിച്ച് നിരന്ന് നിൽക്കുകയാണ് ഗോളിന് മുന്നിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി.
അപ്പം ഈ ഒരു 55-ാമത്തെ മിനിറ്റ് മുതൽ അർജൻറ്റീന തിരിച്ച് വന്ന് ഗോൾ അടിച്ച 90+2 മിനിറ്റ് വരെയുള്ള പൊസഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് 12% ഇംഗ്ലണ്ടിന് ബോൾ പൊസഷൻ, അപ്പുറത്ത് അർജൻറ്റീനയ്ക്ക് 88% ബോൾ പൊസഷൻ. ഈ ഒരു കാലയളവാണ് ശരിക്കും മത്സരത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിച്ചത്. അവിടെ കുറ്റിയടിച്ച് ഡിഫെൻഡ് ചെയ്യാൻ പോയി, അതും ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയ്ക്കെതിരെ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അവിടെ ലയണൽ മെസ്സി അവതരിച്ചു. ലയണൽ മെസ്സി ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ഗോളുകൾ അവർ സ്കോർ ചെയ്തു, തിരിച്ചു വന്നു, വിജയിച്ചു. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ തോമസ് തുഖൽ തന്നെ അവരുടെ കുഴി തോണ്ടി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പം മത്സരത്തിന് മുന്നേ ഇംഗ്ലണ്ടിൻ്റെ പല ലെജൻസും മെസ്സിയെ അങ്ങനെ ചെയ്ത് കളയും, മെസ്സിയെ ഉറക്കിക്കളയുമെന്ന് ജോക്കോളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ പേസ്, ഫിസിക്കാലിറ്റിക്കൊക്കെ മുന്നിൽ അർജൻറ്റീനയ്ക്ക് യാതൊരു ഉത്തരവും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ഇന്ന് എവിടാണെന്ന് എനിക്കറിയത്തില്ല. ഇനി ഫൈനൽ എന്ന് പറയുന്നത് ശരിക്കും ലയണൽ മെസ്സി വേഴ്സസ് ലമീൻ യമാൽ. ബാർസ ആരാധകരെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള ഫൈനലാണ്. കാരണം അവരുടെ ലയണൽ മെസ്സിയും ലയണൽ മെസ്സിയുടെ പകരക്കാരൻ എന്ന് വിശ്വസിക്കുന്ന ലമീൻ യമാലും തമ്മിലുള്ള മത്സരം. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നമിനങ്ങ് മനസ്സായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം.